നമസ്കാരം. എന്തുകൊണ്ട് ആ ദുഷ്ടത്തിയുടെ മുഖം നിങ്ങൾ പോലും മറച്ചു വയ്ക്കുന്നു? എന്തുകൊണ്ടാണ് അവളുടെ പേര് പറയാൻ നിങ്ങൾക്ക് പോലും ഭയം? ഇന്നലെ മറുനാടൻ്റെ ഓഫീസിലേക്ക് അനേകം പേർ വിളിച്ചു ചോദിച്ചത് ഒരേ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇന്നലെ മുസ്തഫയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വാർത്തയുടെ അടിയിൽ അനേകം പേർ കമൻ്റായി ചോദിച്ചിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അന്നേ ഞാൻ പറഞ്ഞിരുന്നു നിയമ പ്രശ്നങ്ങളെക്കുറിച്ച്, തടസ്സത്തെക്കുറിച്ച്. ആ നിയമപ്രശ്നം പരിഹരിക്കപ്പെട്ടു, തടസ്സം നീങ്ങി. ഇതാ നിങ്ങൾ കൺകുളിർക്കെ കണ്ടോളൂ. അവളുടെ പേര് ഷിംജിത മുസ്തഫ എന്നാണ്. അവളുടെ ചിത്രമാണ് പ്രേക്ഷകരെ ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഷിംജിത മുസ്തഫ വടകരക്കാരിയാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി അരീക്കോട് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും അവർ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ. ഇക്കുറിയല്ല, 2020 മുതൽ 25 വരെ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകയാണ്. ഒപ്പം സോഷ്യൽ മീഡിയയിലൂടെ റീൽസ് ഇട്ട് മനുഷ്യരെ കൊല്ലുന്നത് വിനോദമാക്കി വെച്ചിരിക്കുന്നു. ഷിംജിത പയ്യന്നൂരിൽ നിന്നും ബസ്സിൽ കയറിയത് തന്നെ ആരെയെങ്കിലും കുരുതി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷിംജിത സാധാരണഗതിക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നയാളല്ല. റീൽസിന് വേണ്ടി ആരെങ്കിലും ഒന്ന് മുട്ടിയുരുമിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് ബസ്സിൽ കയറിയതാണ്. നിർഭാഗ്യവശാൽ അവരുടെ ചൂണ്ടയിൽ കുടുങ്ങിയത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്ന 42-കാരനായിരുന്നു എന്ന് മാത്രം. വളരെ വ്യക്തമാണ്, അവിടെ ഒരു തരത്തിലുള്ള പീഡന ശ്രമവും നടന്നിട്ടില്ല. അയാൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അയാൾ വെറുതെ യാത്ര ചെയ്യുകയാണ്. അവസാന നിമിഷം വരെ അയാൾ മുട്ടിയിട്ടുമില്ല. ഇറങ്ങിപ്പോകുന്ന സമയത്താണ് ഒന്ന് ഉരസുന്നതായി നമ്മൾ കാണുന്നത്. അത് ബോധപൂർവം ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ അവർ ക്യാമറയുമായി ചേർന്ന് നിന്നപ്പോൾ സംഭവിച്ചതാവാം. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു, എങ്ങനെയെങ്കിലും റീൽസ് എടുക്കണം, വൈറലാക്കണം. ഹാരിസ് അറബി അതേക്കുറിച്ച് വ്യക്തമായി ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു. ദീപകിൻ്റെ ആത്മഹത്യയിൽ എത്തിച്ചേർന്ന സംഭവത്തിലുള്ള യുവതി ഒരു വ്ളോഗറാണ്. ഇവരുടെ നാടായ അരീക്കോടുള്ള പലരും പറഞ്ഞറിഞ്ഞത് ഇവർ ബസ്സിലോ പൊതുവാഹനങ്ങളിലോ സഞ്ചരിക്കുന്ന ആളല്ല എന്നാണ്. സ്ഥിരം സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഈ സ്ത്രീ ഇങ്ങനൊരു കണ്ടന്റ് തേടി ഒരുപക്ഷെ പലതവണ ബസ്സിൽ യാത്ര ചെയ്ത് കാണും. വീഡിയോയുടെ തുടക്കത്തിൽ ഇവരുടെ വലത് കൈയിൽ ആണ് ക്യാമറ. തുടർന്ന് ഇടത് കൈയിൽ പിടിച്ചുകൊണ്ടാണ് ദീപക് ഇവരുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് വിഷ്വൽ കാണിക്കുന്നത്. സ്പർശിച്ചോ ഇല്ലയോ എന്ന് ഈ യുവതിക്ക് മാത്രം ബോധ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ദീപക് ബസ്സിൽ നിന്നും ഇറങ്ങാനുള്ള ശ്രമം തുടങ്ങുമ്പോഴാണ് യുവതി ഇടത് കൈയിൽ ക്യാമറ പിടിച്ച് ചിത്രീകരിക്കുന്നത്. അയാൾ ബാഗ് എടുത്ത് കൈ ഉയർത്തുന്നുണ്ട്. അപ്പോൾ യുവതിയുടെ ദേഹത്ത് സ്പർശിക്കുന്നതായി തോന്നുന്നുണ്ട്. എന്നാൽ ഇത് ബോധപൂർവമല്ല എന്ന് കരുതേണ്ടി വരും. മാത്രമല്ല, അയാൾ സ്പർശിച്ചപ്പോൾ ഉള്ള യുവതിയുടെ മുഖത്തുള്ള നേരിയ പുഞ്ചിരി ഒരു ആപ്റ്റ് വിഷ്വൽ കിട്ടിയ വൈൽഡ് ഫോട്ടോഗ്രാഫറുടേതുപോലെയാണ്. പ്രകടമായി യാതൊരു ഡിസ്കംഫർട്ടും അവരുടെ ഭാഗത്ത് കാണാനുമില്ല. അതിനാൽ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇരയായി മാത്രമാണ് ഇവർ ഈ യുവാവിനെ കണ്ടത് എന്ന് കരുതാൻ മാത്രമേ ഇപ്പോൾ ന്യായമുള്ളൂ. ഇതാണ് കൃത്യമായി സംഭവിച്ചത്. ഇൻസ്റ്റാ കണ്ടന്റിനു വേണ്ടി അവർ ഒരു ഇരയെ തേടി നടന്നു. അവരുടെ വലയിൽ, ചൂണ്ടയിൽ കുരുങ്ങിയത് പാവം ദീപകായിരുന്നു. എന്തായാലും അവർക്കിപ്പോൾ കാര്യം പിടികിട്ടി. സമൂഹം ഒരുമിച്ച് ഇതിനെതിരെ ശബ്ദമുയർത്തിയതോടെ പോലീസ് നിവൃത്തികെട്ട് കേസെടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ സ്വമേധയാ പോലീസ് നേരത്തെ കേസെടുക്കേണ്ടതാണ്. അങ്ങനെ പോലീസ് ചെയ്തില്ല. ദീപകിൻ്റെ അമ്മ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു. പോലീസിന് മറ്റൊരു നിവൃത്തിയുമില്ലായിരുന്നു, കേസെടുക്കേണ്ടി വന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടായി. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ അതിനു മുൻപ് ഒരു ഉത്തരവിട്ടിരുന്നു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം, DIG നേരിട്ട് അന്വേഷിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ്. ഇതെല്ലാം കണക്കിലെടുത്ത് ഇന്നലെ പോലീസ് FIR ഇട്ടു. പോലീസിൻ്റെ FIR ആത്മഹത്യ പ്രേരണയ്ക്കാണ്. എന്ന് വെച്ചാൽ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ജാമ്യമില്ല കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കുറ്റം നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. കാരണം ഈ മരണത്തിൻ്റെ ഉത്തരവാദി ഷിംജിത മാത്രമാണ്. PP ദിവ്യ എന്ന കണ്ണിൽ ചോരയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരി നവീൻ ബാബു എന്ന ഒരു ഡെപ്യൂട്ടി കളക്ടറെ എങ്ങനെ മരണത്തിലേക്ക് തൻ്റെ വാക്കുകൾ കൊണ്ട് തള്ളിവിട്ടുവോ അതുപോലെ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാ ആർത്തി കൊണ്ട് ഷിംജിത ദീപകിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഭാരതീയ ന്യായ സംഹിതയിലെ 108-ാം വകുപ്പാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 108-ാം വകുപ്പ് അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡാണ്. ആത്മഹത്യയ്ക്ക് പ്രേരണയുണ്ടാക്കുകയാണ്. FIR ഇങ്ങനെ പറയുന്നു. ഇന്ന് 19/01/2026 തീയതി K കന്യക, വൈഫ് ഓഫ് ചോയി എന്നിവർ നൽകിയ പരാതിയിൽ പരാതിക്കാരിയുടെ മകൻ മരിച്ചത് ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് എന്നും മറ്റുമുള്ള പരാതി ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി അവറുകൾ നമ്പർ 3868/2026 CC
ഡേറ്റഡ് 19/1/2026 നമ്പറായി മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ SP ഓഫീസിലേക്ക് അയച്ചത് നമ്പർ 04PTN/MCS 26 എന്ന നമ്പറിട്ട് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾക്കായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ തപാലായി അയച്ചു കിട്ടി നിയമ നടപടിക്കായി FIR രജിസ്റ്റർ ചെയ്തു എന്നും മറ്റും. ഇതാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ FIR വളരെ ദുരൂഹമാണ് എന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട്. സാധാരണഗതിക്ക് ഇതൊരു പരാതി കിട്ടി, ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ FIR ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തടിയൂരാനുള്ള ശ്രമമാണോ എന്ന സംശയമുണ്ട്. വാസ്തവത്തിൽ ആ വീഡിയോ കാരണം ഈ ആത്മഹത്യ സംഭവിച്ചു എന്ന് വ്യക്തമായി പറയേണ്ടതായിരുന്നു. തൽക്കാലം FIR ഇട്ടു, ഈ പറയുന്ന 108 എന്ന വകുപ്പിട്ടു. അതുകൊണ്ട് തന്നെ ഷിംജിത കുരുക്കിലാണ്. ഷിംജിതയെ 10 വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകൃത്യത്തിനെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. പോലീസ് എങ്ങനെയായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നത് ഇതിൽ നിർണായകമാണ്. എന്നാൽ ഇത്രയേറെ ജനശ്രദ്ധയുള്ള ഈ വിഷയത്തിൽ പോലീസിന് അങ്ങനെ അലംഭാവം കാണിക്കാൻ പറ്റുമോ എന്ന ചോദ്യം ബാക്കിയാണ്. മുൻ ഗോവ ഗവർണറിലും കേരള ഹൈക്കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അദ്ദേഹം ഈ ദീപകിന്റെ വീട്ടിലെത്തി പിന്തുണ അറിയിക്കുകയും പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. BJPക്കാർ പ്രാദേശികമായി വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട്. വലിയ നേതാക്കന്മാർ, പല നേതാക്കന്മാർ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഇത് ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു. ആരും ഷിംജിതയെ ന്യായീകരിക്കാനില്ല. ലീഗിന്റെ സൈബർ ഇടങ്ങളും പോലും ഷിംജിതയെ ന്യായീകരിക്കാനില്ല. കാരണം അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ഇത്തരം സാഹചര്യത്തിൽ അത്ര വേഗത്തിൽ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാണ്. പക്ഷേ ഷിംജിത അപ്പോൾ തന്നെ മുങ്ങി. പോലീസ് എത്തുമെന്നും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും അവർക്കൊരുപക്ഷെ വിവരം കിട്ടിയിട്ടുണ്ടാവാം. അവർ ഈ സംഭവം വിവാദമായ ദിവസവും വീട്ടിലുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. എന്നാൽ ഇന്നലെ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവരെവിടെയാണെന്ന് അറിയില്ല എന്ന് വീട്ടുകാർ പറയുന്നു. അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. അവർ എവിടെയാണ് എന്നറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഷിംജിത സുരക്ഷിതമായി ഇവിടെ തന്നെ ഉണ്ടോ അതോ വിദേശത്തേക്ക് പോയോ എന്ന ആശങ്കയും ശക്തമാണ്. കാരണം അവർ നേരത്തെ വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പോലീസ് ഉണർന്നു പ്രവർത്തിക്കേണ്ടതായിരുന്നു. അപ്പോൾ തന്നെ പ്രതിയെ പിടിക്കേണ്ടതായിരുന്നു എന്ന് പലരും പറയുന്നു. പ്രത്യേകിച്ച് ഷിംജിത ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് തൻ്റെ മൊബൈൽ ഫോണിലൂടെയാണ്. ഈ മൊബൈൽ ഫോൺ നിർണായകമാണ്. ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും നിർണായകമായി തെളിവ് നശിപ്പിക്കപ്പെടും. മൊബൈൽ ഫോണിലൂടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതുകൊണ്ടും മൊബൈൽ ഫോണിലൂടെ ഇത് അപ്ലോഡ് ചെയ്തതുകൊണ്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിക്കവറി എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. അത് കണ്ടെത്താതെ അവർ നശിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പോലീസ് ബോധപൂർവം അവരെ രക്ഷപ്പെടുത്താൻ അവസരമൊരുക്കി എന്ന് പറയുന്നവർ ഏറെയാണ്. എന്തായാലും ഷിംജിത ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ അടച്ചുപൂട്ടി മുങ്ങിയിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകയായിരുന്നിട്ട് കൂടി ഷിംജിത ഇങ്ങനെയൊക്കെ ചെയ്തതിൽ കടുത്ത രോഷമാണ് അണപൊട്ടി ഒഴുകുന്നത്. പുരുഷന്മാർക്ക് ആരുമില്ല. ഏത് സ്ത്രീക്കും ഏത് പുരുഷനെതിരെയും ഏത് വ്യാജ പരാതിയും കൊടുക്കാം. ബോധപൂർവം ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം. എന്നിട്ട് അവർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുന്നു. ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഷിംജിതയെ എതിർക്കുന്നു. ഈ ദീപകിന്റെ ദയനീയ സ്ഥിതിയിൽ സങ്കടപ്പെടുന്നു. ഇതിനു മുമ്പും അനേകം ദീപക്കുമാർ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. പലരും സൈഡ് ചേർന്ന് അവരെ കൂടുതൽ അപമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പെട്ടെന്ന് വൈറലാവുകയും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാവാം ഇത് ഇത്രയധികം വൈറലായത്. വേഗത്തിൽ നടപടി ഉണ്ടാവുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതിന് വേണ്ടി മനുഷ്യന്റെ മനസ്സമാധാനം കളയുന്ന സകലർക്കുമുള്ള താക്കീതായി ഇത് മാറണം. ഇവ മാത്രമല്ല, മറ്റു ചില പ്രവണതകളും സോഷ്യൽ മീഡിയയിലുണ്ട്. എങ്ങനെയെങ്കിലും വൈറലാകണം, എങ്ങനെയെങ്കിലും അതുവഴി ലാഭമുണ്ടാക്കണമെന്ന് കരുതി എന്തു വ്യാജ വാർത്തകളും ചമയ്ക്കുന്ന, ആരുടെയും സ്വകാര്യതയിൽ കടന്നു കയറി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അനേകം പേരുണ്ട്. മറ്റൊരു കൂട്ടരാണ് ഒരു മൈക്കും തൂണ്ടിക്കൊണ്ട് നാട്ടിക്കൂടെ നടന്ന് അശ്ലീല ചോദ്യങ്ങൾ ചോദിക്കും. പാവപ്പെട്ട കുട്ടികൾ അതിൽ പെട്ടുപോകും. അശ്ലീല ചോദ്യങ്ങളാണ് ഇതൊക്കെ. ആ കുട്ടികൾക്കും ആ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമുക്കാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത്തരം സോഷ്യൽ മീഡിയ കാലത്തെ ഈ അശ്ലീലതകൾ, ഈ ക്രിമിനൽ കുറ്റങ്ങൾ അവസാനിപ്പിക്കാനുള്ള രക്തസാക്ഷിയായി നമുക്ക് ദീപകിനെ കാണേണ്ടി വരും. ദീപക്കിലൂടെ ഈ സോഷ്യൽ മീഡിയയെ കൂടുതൽ ശുദ്ധീകരിക്കാൻ കഴിയട്ടെ. കുറ്റവാളിയായ ഷിംജിത ജയിലിൽ അടയ്ക്കപ്പെടുക തന്നെ വേണം. കാരണം ഒരു രക്തസാക്ഷി ഉണ്ടായപ്പോൾ അതിന് ഒരു കുറ്റവാളിയും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ സമൂഹം നന്നാവൂ. ദീപക് മരിച്ചതുപോലെ തന്നെ ഷിംജിത ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ ഈ നാട്ടിലെ സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിന് തടസ്സമുണ്ടാവൂ. ഇതൊരു ടെസ്റ്റ് കേസാണ്. ഷിംജിത ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ മാത്രമേ ഇത് പൂർത്തിയാവൂ. നിയമത്തിന്റെ പഴുതിലൂടെ ഷിംജിത രക്ഷപ്പെടാൻ പാടില്ല. ജയിലിൽ അടയ്ക്കപ്പെടണം. ഇനി ആരും മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് വേറൊരുത്തിന്റെ ജീവിതം ഇല്ലാതാക്കുന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടരുത്.